ചോദിച്ചോ അപ്പം എന്നൊരു സാധനം ഉണ്ടാവും. അതിൽ പുള്ളി ലാസ്റ്റ് ദിവസം പുള്ളി പറഞ്ഞു എനിക്കിത് പഠിച്ചേ പറ്റുള്ളൂ നീ എനിക്ക് പറഞ്ഞു തരണം, അതാണ് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ലാസ്റ്റ് പറഞ്ഞു ഞാൻ ഒരു ചെറിയ സംഗതി കാണിച്ചു തരാം, നീ മേലാൽ ചോദിക്കരുത്. ഇത് അറിയുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇത് എത്ര ഡിഫിക്കൽട്ടാണെന്നും അതുപോലെ ഇതെന്തുകൊണ്ട് ഇപ്പം ഇയാളിതെന്തോ വേറെ എന്തോ ഒരു എബിലിറ്റി ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പുള്ളി വിചാരിച്ചിട്ടുണ്ടാവുക. പുള്ളിക്ക് വേറെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഇതൊന്നും നടക്കൂല. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു ചെറിയ സംഗതി കാണിച്ചു കൊടുത്ത് പുള്ളി പറഞ്ഞേ നീ ഇങ്ങനെയാണോ ചെയ്തത്? അതെ ഇങ്ങനെയാണ് ചെയ്തത്. ഓ ഇത് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെയാണ്. അത് ഇതിൻ്റെ ആ ഒരു സീക്രട്ട് പാർട്ട് ചിലപ്പോൾ അറിയണ സമയത്ത് അത് ഈവൻ എക്സ്പീരിയൻസ് മെജീഷ്യൻസ് ഓൾസോ. ഇതുപോലെ നമ്മളെ ഈ അനസ് പറഞ്ഞ മെജീഷ്യനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു കൺവെൻഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വാഴക്കുന്ന് നമ്പൂതിരിയുടെ കൺവെൻഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കൺവെൻഷൻസിന് പോവാറില്ല. എൻ്റെ സോഷ്യലൈസിങ് വളരെ വീക്കാണ്. ഞാൻ വെരി കൺഫ്രെയിൻഡ് പേഴ്സൺ. അപ്പോൾ ഞാൻ പക്ഷെ അത് പോയി. ഞാൻ അന്ന് പറഞ്ഞ പോലെ മുരളിയേട്ടനുള്ളതുകൊണ്ട് പോയതാണേലും. അപ്പോൾ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സംഗതി കണ്ടപ്പോൾ ബോറടിച്ചു. കാരണം റിപ്പീറ്റഡ് സംഗതികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യണം, അന്നൊരു വെള്ളിയാഴ്ചയാണ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പക്ഷെ പള്ളിയിൽ പോണ സമയത്ത് ഈ അനസിനെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കാതൊന്നും പോയില്ല. അപ്പോൾ പിന്നെ വന്ന് ഞാൻ നോക്കുമ്പോൾ പുള്ളി അവിടെ വെച്ചിട്ട് കാർഡ്സൊക്കെ എടുത്തിങ്ങോട്ട് പറത്താണ്. കാർഡ്സ് വെച്ചിട്ട് പുള്ളി മാജിക് ചെയ്തിട്ട് അങ്ങനെ അടിച്ച് പറത്താണ് അവിടെ. അപ്പോൾ ഞാൻ ആ സമയത്ത് US ലീവിൽ വന്നിരിക്കാം. ഓക്കെ, കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏരിയ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു സംഗതി ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഇത് കോമഡി എന്താ വെച്ചാൽ സ്റ്റേജിൽ പരിപാടി നടക്കുന്നുണ്ട്. ഒരു ബഹുഭൂരിപക്ഷം അതിലെ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ക്രൗഡ് ഇങ്ങനെ തിരിഞ്ഞ് അനസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ കാർഡ് തരുന്നു, ഞാൻ റൈറ്റ് ഇറക്കുന്നു. ഈ ക്രൗഡ് നേരെ എൻ്റെ അടുത്തേക്ക് തിരിയുന്നു. ഇത് നമ്മുടെ ഈ ആർട്ടിനുള്ള ഒരു വലിയൊരു കഴിവാണ്. അത് നമ്മൾ പെട്ടെന്ന് ആളുകളുമായിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്യാനൊക്കെ പറ്റും. അന്നും ഇതേപോലെ പല മജീഷ്യൻസിനോട് ചോദിച്ചു നീ എങ്ങനെ ചെയ്തതെന്നാണ്. സോ മജീഷ്യൻസ് ആണല്ലോ. സോ ഐ ആം വെരി ഹാപ്പി ടു ഷെയർ മൈ സീക്രറ്റ്സ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങൾ ആരും ചെയ്യില്ല എന്നാണ് പറഞ്ഞു. നീ പറഞ്ഞതാണെന്ന്. ഓക്കെ, ഇങ്ങനെ ഓരോ പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. നീ തന്നെ ഡെവലപ്പ് ചെയ്ത? അല്ല, ഞാൻ ഡെവലപ്പ് ചെയ്തൊന്നുമല്ല. നമ്മളെക്കാളും എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ. ഔട്ട് ഓഫ് ദ ബോക്സ് പുതിയ സാധനങ്ങൾ എപ്പോഴാണ് വരിക? പുതിയ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ വരാം. ഒന്ന്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചില സംഗതികൾ വരും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഫൂളസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ 2 ആക്ട് ക്രിയേറ്റ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് എന്നെ അവിടെ നിന്ന് കണ്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തുകൊണ്ട് ഇതിൽ പോകണില്ല? ഞാനിവരുടെ ഇപ്പോൾ ഈ ബ്ലെയിൻ്റെ ഷോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് കുറച്ച് ഓവർവെൽമിങ് ആണ്. കാരണം അവരെക്കാളും ബെറ്റർ ആണല്ലോ, നീ എന്തുകൊണ്ട് ഇതിന് ട്രൈ ചെയ്യുന്നില്ല എന്നാണ്. ഞാൻ ഒരിക്കലും അവരെക്കാളും ബെറ്റർ ഒന്നുമല്ല. അപ്പം ഞാൻ ചോദിച്ചു യെസ് ഐ ആം ഗുഡ് മജീഷ്യൻ എന്നുള്ളതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സംഗതി ക്രിയേറ്റ് ചെയ്തായിരുന്നു. അത് മേജർ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ മെത്തേഡ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ വളരെ പ്ലെയിൻ ആയിട്ട് ഈസി ആയിട്ട് അറ്റ് എനി ടൈം പെർഫോം ചെയ്യാൻ പറ്റുന്ന സാധനം എന്നുള്ള ഒരു സാധനം അങ്ങനെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഒന്നിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് വരും. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. ബ്രാഞ്ചസ് വരും. അപ്പം നമുക്കൊരു ത്രെഡ് കിട്ടും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു സംഗതി കൂടി കിട്ടും. പിന്നെ വേറെ ഉണ്ട്, നമ്മളിപ്പോൾ ഒരു തീമിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീമിൽ വർക്ക് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ക്യാപ്റ്റൻ്റെ അവിടെ നമ്മുടെ അഭിഷാദ് വന്ന സമയത്ത് ഞാൻ അഭിഷാദിനോട് ചോദിച്ചു എനിക്ക് ഷഹസാദ് അപ്പോൾ പറഞ്ഞ ക്യാപ്റ്റനായിട്ട് അംഗീകരിച്ചില്ലല്ലേ?
എന്താ പറയുക, ഞാനും ഷഹസാദും ഇപ്പോൾ കുറച്ചായിട്ട് അവൻ കുറച്ച് ബിസി ആയല്ലോ. അപ്പം അതിൻ്റെ മുന്നേ ഞങ്ങളിങ്ങനെ ഒരുപാട് പ്രോഗ്രാംസും ഒക്കെ ആയിട്ടും അവൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പരമായിട്ടൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ഇവനെ ക്യാപ്റ്റൻ എന്നാ വിളിക്കാം. ആ അപ്പോൾ പിന്നെ അതിങ്ങനെ കേട്ട് ഞാനും അവനെ ക്യാപ്റ്റൻ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അല്ല, അഭിഷാദ് അവിടെ വന്ന സമയത്ത് ഞാൻ അഭിഷാദിനോട് ചോദിച്ചു എന്താണ് വേണ്ടത്, നിങ്ങൾ എന്ത് തീം പറഞ്ഞാലും അതിനുള്ള സാധനം ഞാൻ അടിച്ചു തരാമെന്നാണ്. ആ അതൊക്കെ എൻ്റെ പ്രൈം ടൈമിലാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതാണ് തീം, ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ള ഒരു സാധനം. പക്ഷേ അതിൻ്റെ പ്രശ്നം തെറ്റിച്ചാൽ ബിലീവ് ഇൻ യുവർ സെൽഫിൻ്റെ ഒരു അടിപൊളി സാധനം ഞാൻ അതിൻ്റെ മുന്നത്തെ വർഷം അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടിച്ചു. പക്ഷേ അപ്പോൾ എനിക്ക് ചലഞ്ചിങ് ആയി. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതുവരെ ആരും കാണാത്ത സാധനം ഞാൻ അടിച്ചു തരാം. അതടിച്ച് അതിനുശേഷം പുള്ളി വന്ന് പിന്നെ അടുത്ത പ്രോഗ്രാമിന് ഞങ്ങൾ കണ്ട് അഭിഷാദുമായി. പക്ഷെ അഭിഷാദുമായിട്ട് അവിടെ നിന്നല്ല കണ്ട്, പിന്നെ ഞങ്ങൾ വേറെ പ്രോഗ്രാമിൽ പുറത്തുനിന്ന് വെച്ചിട്ട് വളരെ അവിചാരിതമായിട്ട് ആദ്യൻ്റെ ഒരു പരിപാടി, പിന്നെ പുള്ളിയുടെ പരിപാടി, പിന്നെ അതിനുശേഷം പിന്നെയും കണ്ട്. വളരെ ആക്സിഡൻ്റലി ഞങ്ങൾ അങ്ങനെ കുറച്ച് പരിപാടികൾ അങ്ങനെ ചെയ്ത്. നല്ല മനുഷ്യൻ, വെരി നൈസ് പേഴ്സൺ. അപ്പൊ ഇതിന്റെ കൂടെ എനിക്ക് ഹ്യൂമൻ ബ്രെയിനിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവില്ല നല്ലോണം. അത് ഒരു സമയത്ത് ഇതിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും അതതിന്റെ ഒരു ഭാഗല്ലേ സൈക്കോളജി. ഞാനൊരു ബുക്ക് എഴുതി. എവിടെ അത് ഇന്ത്യയിലുണ്ട്, എവിടെയും പബ്ലിഷ് ചെയ്യാതിരിക്കുന്ന എന്റെ പുസ്തകം. എന്താണ് മാജിക്കിൻ്റെതാ? ഒരിക്കലല്ല, അത് കംപ്ലീറ്റ്ലി അബൌട്ട് ഹ്യൂമൻ സൈക്കോളജി. ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയാൻ പറ്റൂല, എനിക്കറിയില്ല അതിന് ഹ്യൂമൻ സൈക്കോളജി വിളിക്കാൻ പറ്റും. അതൊരു ഒബ്സർവേഷൻസ് ആണോ? എൻ്റെ ഒബ്സർവേഷൻസ് ആണ്, അങ്ങനെ പറയാം. എൻ്റെ ഒബ്സർവേഷൻസ് തന്നെയാണ്. എന്തായാലും പറയാൻ പറ്റുമോ? പറയാം. അത് അപ്പം ഇത് നമ്മളെ മെട്രിക്സ് പടം കണ്ടല്ലേ? സോ മെട്രിക്സ് പടം അതൊരു ഭയങ്കര പടം 90s ഇറങ്ങിയ പടമാണ്. ഓക്കെ, 90s ആണോ 2000 ആണോ? 90s ആണ്. 99 ഐ തിങ്ക് സോ, 90s തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഐ ഗസ്. അപ്പോൾ ഇതൊരു കിടിലോ പടം. എനിക്ക് ആ പടത്തിൻ്റെ പല എന്താ പറയുക വേവ് ലെങ്ത്തിലാണ് ഞാൻ ആ പടം ഓരോ പ്രാവശ്യം കാണും. ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ആ പടം. അത് ഭയങ്കര പടമാണ്. അതിൽ ഒരുപാട് ഫാക്ട്സ് എനിക്ക് കിട്ടും. അതായത് ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു ആഫ്റ്റർ ലൈഫ്, അതുപോലെ വാട്ട് ആർ യു ഡൂയിങ് ഹിയർ, അങ്ങനെയുള്ള എല്ലാത്തിനും അത് നമ്മളല്ല റെഡ് കാർ തിയറി അറിയാലോ. നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി നമ്മൾ കാണാം. അപ്പോൾ ഞാൻ എൻ്റെ സ്പിരിച്വൽ ലെവലിൽ ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന സംഗതികളും ഈ ഇതിലൂടെ വരുമ്പോൾ ഞാൻ അത് അബ്സോർബ് ചെയ്യണം. സോ ദിസ് മൂവി ഈസ് ലൈക്ക് എ ഡോക്യുമെൻ്ററി. അത് വേറെയും പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം അതിൽ പറയുന്നുണ്ടല്ലോ ഒരു റിയൽ അല്ലാത്ത ഒരു ഏരിയ, ഒരു വിർച്വൽ ഏരിയ. ഓക്കെ, അപ്പം അതിനെ പറ്റിയാണ് ഞാൻ ആക്ച്വലി എഴുതി തുടങ്ങിയത്. നമ്മൾ കാണുന്ന സംഗതിനെ നമ്മൾ എങ്ങനെ അറിയാല എന്ന് പറയും, നമ്മൾ കേൾക്കുന്ന സംഗതി നമ്മൾ എങ്ങനെ അറിയാല എന്ന് പറയും. ഹൗ ഡു വി ഡിഫൈൻ റിയാലിറ്റി? ഈസ് ഇറ്റ് റിയലി എ റിയാലിറ്റി? അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടപ്പം എന്താണ്? അങ്ങനെയൊക്കെ ഓരോ എന്താ പറയുക നാസ്റ്റി ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിലാണ് ഞാൻ ഇങ്ങനെ കുറേ അനലൈസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഞാൻ ഈ സംഗതി എഴുതാന്നുള്ള രീതിയിൽ കുറേ കഴിഞ്ഞിട്ട് എത്തി കിട്ടും. അങ്ങനെ എത്തിയത് പിന്നെയാണ് ഇതിൻ്റെ വലിയൊരു കോമഡി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, മെൻ്റലിസം പഠിക്കുമ്പോൾ, മെൻ്റലിസം അല്ലെങ്കിൽ മാജിക് ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ തലച്ചോറിനെ പറ്റിയിട്ട് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതാണ് ഞാൻ ചോദിച്ചത് നേരത്തെ. മെൻ്റലിസം മാജിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിനിനെ പറ്റി പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സോ അപ്പോൾ സൈക്കോളജി അതിൻ്റെയായിട്ടുള്ള ബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരാളവിടെ തട്ടുമ്പോൾ മറ്റേ ആൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് എന്താ? അതൊക്കെ ഒരു മെൻ്റലിസം പെർഫോമൻസ് തന്നെയാണ്. ഇതിനൊക്കെ നമ്മൾ ഹ്യൂമൻ ബ്രെയിൻസിനെ പറ്റി പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല. ഹ്യൂമൻ ബ്രെയിൻസിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരാളെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ അനലൈസ് ചെയ്ത് പോവാം. അഡീഷണൽ ഇതാണത് അല്ലേ? അത് പേഴ്സണൽ പ്രിഫറൻസ് ആണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ചെയ്യാതെ ഉള്ളൂ. അത് ഇതും തമ്മിൽ വലിയൊരു ബന്ധമൊന്നുമില്ല. ബേസിക്കലി മാജിക് റൺ ചെയ്യുന്നതിൻ്റെ ഭാഗത്തും സൈക്കോളജി ഉണ്ട്. അത് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറിഞ്ഞിട്ടില്ലെങ്കിലും ആപ്പിൾ താഴത്തേക്ക് തന്നെ വരും. അതാണ് അതിൻ്റെ ഒരു തിയറി. അപ്പൊ ഒന്നുമില്ല, ഒന്നും പഠിച്ചിട്ടൊന്നുമില്ലേ? അല്ല, അങ്ങനെ പറഞ്ഞേ, ഞാൻ പഠിച്ചിട്ടുണ്ടോന്നുള്ളതല്ല പറഞ്ഞേ. ബേസിക്കലി ഒരാൾക്ക് അപ്പൊ ഇത് ഈ മെന്റലിസത്തിൽ ഇത് കാണിക്കുന്നത് നമ്മളുടെ എന്താ കണ്ണ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഇവർ കണ്ടുപിടിക്കുന്നത് പറഞ്ഞ ഇതാണോ? വെറും ഫോൾസ് ആണോ? അത് നമ്മളുള്ളിൽ പ്ലാൻ ചെയ്യപ്പെടുകയാണോ? അത് ബേസിക്കലി മാജിക് എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു ഡിസെപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഒരു മജീഷ്യന് അറിയാം വാട്ട് ഡു യു തിങ്ക്. ഓക്കെ, സോ ഹി ക്യാൻ ഈസിലി കൺവിൻസ് യു. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഓഡിയൻസ് മെമ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ വിചാരിക്കുന്നത്